ലഹരിക്കെതിരെ ഒരു ദിവസം മുഴുവൻ നീണ്ട ഉപവാസവുമായി മഹിളാ കോൺഗ്രസ്. കണ്ണൂർ എക്സൈസ് ഓഫീസിന് മുന്നിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഉപവസിച്ചത്. പിണറായി സർക്കാർ ലഹരി മാഫിയ സംഘങ്ങൾക്ക് വളരാൻ അവസരങ്ങൾ ഒരുക്കി നൽകുകയാണെന്ന് ഉപവാസം ഉദ്ഘാടനം ചെയ്ത KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു. ലഹരിയുടെ ദുരിതമനുഭവിക്കുന്നവരിൽ കൂടുതലും അമ്മമാരാണ്. ലഹരിയും അക്രമവും പതിവാക്കിയ യുവതലമുറയുടെ പോക്ക് ആപത്തിലേക്കാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂരിൽ മഹിളാ കോൺഗ്രസ് ഉപവാസം സംഘടിപ്പിച്ചത്. ലഹരി എന്ന വിപത്ത് ഉന്മൂലനം ചെയ്യാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസം. കണ്ണൂർ എക്സൈസ് ഓഫീസിനു മുന്നിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉപവാസം തുടർന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മദ്യപാനികളുടെ എണ്ണം കൂട്ടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി 2016 അധികാരം വിടുമ്പോൾ 8 5 സ്റ്റാർ ഹോട്ടൽ ബാറുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 8 ബാറുകൾ. ആ സ്ഥാനത്ത് ഇന്ന് 705 ബാറുകളായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിൽ ബാറുകൾ ഉണ്ടാക്കി മദ്യപാനികളെ സൃഷ്ടിച്ച് അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഗവൺമെന്റ് ഏത് എന്ന് തീരുമാനിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന സമീപനം സർക്കാർ ഉപേക്ഷിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഷർമിള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ഡോക്ടർ KV ഫിലോമിന, AICC അംഗം VA നാരായണൻ, സോണി സെബാസ്റ്റ്യൻ, അമൃത രാമകൃഷ്ണൻ, സുമാ ബാലകൃഷ്ണൻ, ലിസി ജോസഫ്, ജൂബിലി ചാക്കോ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, പ്രൊഫസർ AD മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.